അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ BJP പ്രതിനിധി നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, 1995 വഖഫ് നിയമം അത് നൽകുന്ന അധികാരം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു. അതാണ് നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിന് കാരണമായത് എന്നാണ് പറയുന്നതെങ്കിൽ, വഖഫ് BJP കൊണ്ടുവരുന്ന ഈ വഖഫ് ഭേദഗതി ബിൽ വഖഫ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഇത് ഒരു ചർച്ചയാകുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ കാര്യങ്ങൾ വഴിവെച്ചേക്കാം എന്ന ആശങ്ക കേരളത്തിൽ നിലനിൽക്കുകയാണ്. അവിടെയാണ് അമിത്ഷാ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ഞങ്ങൾ നടപ്പാക്കും, അതാർക്കും തടയാനാകില്ല എന്ന്. KCBC ഇപ്പോൾ പറയുന്നു ചില വ്യവസ്ഥകളിന്മേലുള്ള ഭേദഗതിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, അതിനനുകൂലമായി കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന്. ഞാനിവിടെ KCBCയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ വ്യവസ്ഥകളോടുമല്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ യോജിപ്പില്ല, പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണം എന്നതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്ന് മാത്രമാണ് KCBC പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് BJP ഈ നിലപാടിനെ സ്വാഗതം ചെയ്തത്? KCBC എടുത്തിരിക്കുന്ന നിലപാട് ഈ വിഷയത്തെ സമഗ്രമായി പഠിച്ചതിന് ശേഷമുള്ള നിലപാടാണ്. എടുത്തുചാടി ഒരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ KCBC. മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തി അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് അതനുസരിച്ച് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് KCBC എത്തിയിരിക്കുന്നത്. KCBC എന്ന് പറയുമ്പോൾ വിവിധ സഭകളുടെ ഒരു ഏകോപന സമിതി തന്നെയാണ്. അപ്പോൾ ഓരോ സഭയ്ക്കുമുള്ള ആശങ്കകളും അവരുടെ ആവശ്യങ്ങളും നിയമത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ബില്ലിനെ സംബന്ധിച്ച് ഓരോ സഭകളും നടത്തിയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോൾ മാത്രമാണ് KCBC ഇപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു പഠനത്തിന് ശേഷമുള്ള KCBCയുടെ സുചിന്തിതമായ തീരുമാനം തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് നിയമപരമായി വരാൻ പോകുന്ന ഈ ബില്ലിനെ അനുകൂലിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരാവശ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് KCBCയുടെ നിലപാടോടുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു നീക്കമല്ല. താങ്കൾ വിശദീകരിച്ചോളൂ. ഞാൻ ഒരൊറ്റ കാര്യം അതിനോടുകൂടി ചേർത്ത് വെച്ച് പറയാനാണ്. അതായത് ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ചർച്ചുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഗുരുദ്വാരകളുടെയോ പരിപാലന ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. അവിടെയാണ് വഖഫ് സ്വത്ത് സംരക്ഷണത്തിന് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതിയെന്നും അത് കേരളത്തിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേർതിരിവുകൾക്ക് ഇടയാക്കുമെന്നും അത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരോ BJPയോ ശ്രദ്ധിക്കാത്തത്? ചർച്ചുകളുടെയോ ഗുരുദ്വാരകളുടെയോ ക്ഷേത്രങ്ങളുടെയോ നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമം പോലെ ഒരു നിയമമില്ലാത്തതുകൊണ്ട്, അതായത് ഹിന്ദുക്കളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഒരു വഖഫ് പോലെ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, അതായത് ഒരാൾക്ക് സ്വമേധയാ തോന്നുന്ന മനസ്സിൻ്റെ ഒരാഗ്രഹമനുസരിച്ച് വഖഫ് ചെയ്യാം, അത് മുസ്ലിം സമൂഹത്തിൽ മാത്രമുള്ള ഒരു കീഴ്വഴക്കമാണ്. ഹിന്ദുക്കളുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ അല്ലെങ്കിൽ സിഖുകാരുടെ ഇടയിലോ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദാനരീതി ഹിന്ദു ക്രിസ്ത്യൻ സിഖ് വിഭാഗത്തിലില്ല, അത് മുസ്ലിമിൽ മാത്രമേ ഉള്ളൂ. ആ ദാനരീതി എന്ന് പറയുന്നത് രാജ്യത്തെ നിയമത്തിനും പാർലമെൻറ്റിനും അതീതമായി പോവുകയും ഇവിടുത്തെ കോടതികൾക്കും നിയമങ്ങൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനയുടെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തിന് മുകളിലാണ്. അതൊരിക്കലും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മതത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും, ഞാൻ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒന്നിച്ചു പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിങ്ങളുടെയോ അമുസ്ലിങ്ങളുടെയോ യാതൊരു അവകാശത്തെയും ഹനിക്കാൻ പാടുള്ളതല്ല. ആ രീതിയിലാണ് പുതിയ ബില്ല് വന്നിരിക്കുന്നത്. അതല്ല, ഇതിലെ വെരിഫിക്കേഷൻ നടത്തി തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നു. ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ശ്രീ ജയസൂര്യൻ?
ഞാൻ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. ഒരു പ്രോപ്പർട്ടിയുടെ അധികാരം ജില്ലാ കളക്ടർക്കല്ലാതെ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? അതായത് സിവിൽ കോടതിയുടെ അധികാരമുള്ള സർവേ കമ്മീഷണറാണല്ലോ വെരിഫിക്കേഷൻ നടത്തുന്നത്. ആ സിവിൽ കോടതിയുടെ അധികാരമുള്ള വെരിഫിക്കേഷൻ നടത്തുന്ന സർവേ ഈ പറയുന്ന ബോർഡിൻ്റെ, വഖഫ് ബോർഡിൻ്റെ കീഴിലല്ലേ ഉള്ളൂ. അങ്ങനെ കീഴിലാകാൻ പാടില്ല എന്നാണ് പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിലവിൽ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, അത് നടപ്പാക്കാൻ ഇവിടെ കളക്ടറുണ്ട്. അപ്പോൾ കളക്ടറെയും ഭരണഘടനയെയും നിയമത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് വന്നാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, KCBCയുടെ പുതിയ തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തടക്കം ഉയരുന്ന ഈ സങ്കീർണമായ പ്രശ്നത്തിൽ KCBCയുടെ തീരുമാനം എങ്ങനെ സ്വാധീനിക്കും? കേസായാലും ലീഗായാലും ഒക്കെ അപ്രസക്തമാണ് ഈ കേസിൽ. എന്താ പറയുക, ഇത് ജനകീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ് കിടക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് എന്നുള്ള കാര്യം വരാൻ പോകണം. അതുകൊണ്ട് മുൻപത്തെ ജനങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എത്ര 50 കൊല്ലം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു നിയമം അത് കോടതി പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷണർ തന്നെ കോടതി പറഞ്ഞത്, നിങ്ങൾക്ക് അതിന് അധികാരമൊന്നുമില്ല, കോടതിയിൽ മാറ്റർ കിടക്കുമ്പോൾ നിങ്ങൾ കയറിയിട്ട് ജുഡീഷ്യൽ കമ്മീഷണർ വെക്കലാണെന്ന് പറയും. അത് തന്നെയല്ലേ അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യം അത് കീഴ്ക്കോടതികളിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇത് തെറ്റായ ധാരണയാണ്. ഇത് പോയി എന്നുള്ളതിന് നല്ലൊരു തെളിവല്ലേ? വഖഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൽ തന്നെ കാണുന്നില്ലേ? അതായത് പറവൂർ സബ് കോടതിയിൽ പോവുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ പോവുകയും ഇനി അത് കുറേ വർഷങ്ങളോളമായിട്ട് സുപ്രീം കോടതിയിൽ പോയി കിടക്കുകയും ചെയ്യുന്ന ഒരു കേസാണത്. എനിക്കറിഞ്ഞൂടാ, ഒരു ലീഗൽ പണ്ഡിറ്റൊന്നുമല്ല ഇത് പറയാനായിട്ട്. പക്ഷേ ബേസിക്കലി ഞാൻ ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇതിൽ കൊണ്ടുവരാൻ പറ്റൂല. അത് നിയമപരമായിട്ട് പറ്റൂല. പിന്നെ വേറെ വല്ല വഴികളിലൂടെ നമുക്ക് കൊണ്ടുവരാം, ലെജിസ്ലേഷനിലൂടെ കൊണ്ടുവരാമായിരിക്കും, അതൊക്കെ വേറെ വിഷയം. അതേമാതിരി തന്നെ ശ്രീ ബെന്നി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. വഖഫ്, അതായത് ബോറ വഖഫിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, MESന് വഖഫ് സ്വത്തുക്കളുണ്ട് വളരെ കുറവ്. ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ എന്താണെന്നറിയോ, ഇതിന് വേറെ അതിൻ്റെ ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. അതെന്തെങ്കിലും പ്രശ്നം പറ്റിയൊക്കെ പറഞ്ഞാൽ ഈ വഖഫും ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കി തരാം. നേരത്തെ ബോറ ട്രസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് MES എന്ന സൊസൈറ്റി, അതിലെല്ലാ അധികാരങ്ങളും കിടക്കുന്നത് ആ സൊസൈറ്റിയിലെ അംഗങ്ങൾക്കാണ്. ആസ് പെർ ദ സൊസൈറ്റീസ് ആക്ട് അത് പ്രകാരം ഓഡിറ്റ് ചെയ്ത് ഇലക്ഷൻ നടത്തിയിട്ട് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേറെയാണ്. ഇപ്പോൾ അത് വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ദ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ കമ്മ്യൂണിറ്റി, ദി അതർ തിങ്സ് ബിലോങ് ടു ദ SNDP യോഗം മെമ്പേഴ്സ് അല്ലെങ്കിൽ MES മെമ്പേഴ്സ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളത് തമ്മിൽ വേറെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഈ വഖഫ് പ്രശ്നം എന്ന് പറഞ്ഞാൽ തലവേദനയും മാറിയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കോടതി പോകും, കേസായിട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത് പോകും. ഇപ്പം ഞങ്ങൾ തന്നെ കോടതിയിലുണ്ട് ഈ വിഷയമായിട്ട്. അപ്പോൾ ആ സങ്കീർണമായിട്ടുള്ള സംഭവമാണത്. അത് നിയമപരമായിട്ടല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കോടതി അവിടെ ഒരു നിയമം. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റുള്ള സമുദായങ്ങളിൽ ഒരേമാതിരി ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ. ഓരോ സമുദായത്തിനും ഓരോ കാഴ്ചപ്പാടാന്നേ. ഇപ്പോൾ ഹിന്ദു സിവിൽ കോഡ് പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് വ്യത്യാസമാണ് നമ്മുടെ ശരീഅത്തിൽ നിന്ന്. അതേമാതിരി തന്നെ ഞാൻ പറയട്ടെ, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി, ആ ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി വരുന്നതിന് മുമ്പായിട്ട് ഹിന്ദു മഹന്തുകളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പായിട്ട് ഈ സുവർണ ക്ഷേത്രവും അല്ലെങ്കിൽ നമ്മുടെ നാൻകാന സാഹിബും അതുമാതിരിയുള്ള ഹിന്ദു സിഖ് ഇതൊക്കെ ഭരിച്ചിരുന്നത്, സിഖ് ഗുരുദ്വാരകൾ ഭരിച്ചിരുന്നത്. അത് പിന്നെ SGPC വന്നതിന് ശേഷം ഇപ്പോൾ അതിൽ സിഖുകാർ മാത്രമേ ഉള്ളൂ. അതൊരു എലക്റ്റഡ് ബോഡിയാണത്. അതേമാതിരി തന്നെയാണ് നമ്മുടെ തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ്. അതൊരു വേറെ ബോർഡാണ്, മനസ്സിലല്ലേ? അത് ഇവിടുത്തെ ദേവസ്വങ്ങൾ വേറെയാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ കൈകരിച്ച് ഈ വഖഫ് ബോർഡായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതുമാതിരി തന്നെ അത് ഷിയ വേറെ അല്ലെങ്കിൽ സുന്നി വേറെ അല്ലെങ്കിൽ ഇത് വേറെ, അതൊന്നും വേറെ അല്ല. അതിന് ബേസിക് പ്രിൻസിപ്പിളുകൾ. ഇതിലൊരു വലിയ തടസ്സമായിട്ട് ശ്രീ ഫസൽ ഗഫൂർ പറയുന്നത് ഈ 1995 വഖഫ് നിയമം നൽകുന്ന അധികാരം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ കഴിയുക. വഖഫ് ബോർഡാണ് ഈ കാര്യത്തിൽ അന്തിമമായ തീർപ്പുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മറ്റ് കോടതി വ്യവഹാരങ്ങളടക്കമുള്ള എല്ലാ സാധ്യതകളും അടയുന്നു എന്നതാണല്ലോ. അല്ലല്ലോ, ഞാൻ തിരിച്ചല്ലേ പറഞ്ഞത്. എന്നെ തന്നെ പിടിച്ചുകൊണ്ടായിട്ട് വഖഫ് ബോർഡ് കോടതി കയറ്റിയിട്ടുണ്ടെന്നേ. കോടതിയിൽ ക്രിമിനൽ കേസുമാരിയായി പോവും. ഞങ്ങൾക്ക് തന്നെ
ഒരു സ്വത്ത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വഖഫിൽ എന്തെങ്കിലും ദുർവിനിയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിന് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസ്ട്രിക്ട് കോടതി പോയി. അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോടതി ഹൈക്കോടതി പോയി. ഇനി ഹൈക്കോടതി ഞങ്ങൾ സുപ്രീം കോടതി പോയി. ഞങ്ങൾ തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അതിനർത്ഥമുള്ളത്? അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പോകാം, വേറെ ആൾക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോയിക്കൊണ്ടിരിക്കുന്ന മാറ്റർ എന്ന് പറയണമല്ലോ, അങ്ങനെയൊന്നുമില്ല. അത് വഖഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ അത് തീർന്ന്, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് അന്തിമമായിട്ടുള്ള തീരുമാനം അതാണ്. ഇതെല്ലാം നിയമം അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിയമത്തിൻ്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്നെ പറയണ ഒരു പ്രതിയായിട്ട് സംസാരിക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അങ്ങോട്ട് കേസ് കൊടുത്താണ്, അല്ല. അപ്പോൾ വഖഫ് ഇതനുസരിച്ചിട്ട് ഇനി വേറൊരു കാര്യം പറയാം. വഖഫ് മിസ്മാനേജ്മെൻറ്റ് ചെയ്താൽ അത് മറ്റൊരു വഖഫിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെയാണ് നിയമമുള്ളതെന്നേ, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ കമ്മ്യൂണിറ്റി, ആ സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റു സമുദായങ്ങളുടെ ഒരു ബോർഡിലും, അതായത് ദേവസ്വം ബോർഡുകളിൽ, ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ തിരുപ്പതി ദേവസ്വം ബോർഡിൽ ഏതാനും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, നമ്മുടെ തൊഴിലാളികളായിട്ടൊക്കെ. അതായത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള പേരിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം അവരെല്ലാവരും പിരിച്ചു വിട്ടിട്ട് പറഞ്ഞു ഇതിലെല്ലാ തൊഴിലാളികളും ഹിന്ദുക്കളായിരിക്കണമെന്ന്. ഞാനതിനെതിരല്ലെന്നേ. ഒരു ഹിന്ദു ഇതിൽ സമുദായത്തിൻ്റെ ക്ഷേത്രത്തിൽ അവർ തന്നെ മതി. പിന്നെ അവർ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ നിരീശ്വരവാദവും ഹൈന്ദവ മതത്തിൽപ്പെട്ടതാണെന്ന് തന്നെ വേറെ വാദം പറയുന്നു. അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായിട്ട് പല പല മതങ്ങളും കൂടി ഇരിക്കുന്ന കേരളത്തിൽ പിന്നെ KCBC വിളിച്ച് പറഞ്ഞതിനെ കൊണ്ടൊന്നും ഇവിടെ വോട്ടിൽ പൊളിറ്റിക്കലായിട്ടൊന്നും ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മതത്തെ ഉദാഹരണം പറയാം. KCBC വിചാരിച്ചിട്ട് ഇവിടുത്തെ കേരളത്തിലെ കേരള കോൺഗ്രസ്സുകൾ കഷ്ണമായിട്ട് പോകാതിരുന്നിട്ടുണ്ടോ? ഇനി ഞങ്ങൾ KCBC മാത്രം കുറ്റമെന്ന് പറഞ്ഞ് പറയണ്ട, വേണ്ട, ഞങ്ങളുടെ കേസ് എടുക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ AP കാന്തപുര ബോക്കർ മുസ്ലിം കൂട്ടർ LDFിലും മറ്റേ സമസ്ത മറ്റേ വശത്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം പൊളിറ്റിക്കലാണ്. ഇനി ഇവരാരും പറഞ്ഞാലും വോട്ട് കിട്ടില്ലെന്നേ. സമസ്ത പറഞ്ഞാലും വോട്ട് കിട്ടില്ല, ചെറുപ്പക്കാരൊന്നും വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ചെയ്യുന്ന മനസ്സിന് ഇതിന് വോട്ട് മറ്റേ ഹിന്ദുത്വക്ക് വോട്ട് ചെയ്താൽ അവർ BJPക്ക് വോട്ട് ചെയ്യും. അവർ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ സ്വത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടിങ്ങാണ്. അപ്പോൾ ഇതിന് വോട്ടിങ്ങിനൊന്നും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ബാധിക്കുമെന്ന് തോന്നിയിട്ട് ഈ 19 MPമാരോട് അവർ പറയണത് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ വോട്ടൊന്നും ചെയ്യില്ല. അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയാം അവർ വോട്ടൊന്നും ചെയ്യില്ല. അവർ പറഞ്ഞു, അവർക്ക് പറയാം, അവർക്ക് ഉപദേശം നൽകാമല്ലോ. ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ അതിനകത്തൊരു പ്രശ്നം, അതിനകത്തൊരു മെസ്സേജ് ഇൻക്ലൂഡഡ് ആണല്ലോ. അതായത് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭ BJPക്കൊപ്പമാണ് എന്നാണല്ലോ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ്. ആയിരിക്കാം, പക്ഷേ ഒരു വിഷയത്തിൽ ആണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതിൻ്റെ അർത്ഥം അടുത്ത വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഇനി വേറൊരു വിഷയം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ക്രൈസ്തവ സഭയും ഞാൻ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസ് എന്താണെന്നറിയോ? അവർ പറയണമെന്ന് വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വഖഫുള്ള മാതിരി, ദേവസ്വം ട്രസ്റ്റുകളുള്ള മാതിരി, SGPC ഉള്ള മാതിരി ഈ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ ആരുടെ പേര് രജിസ്റ്റർ ചെയ്തെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നോട്ടീസ് സെർവ് ചെയ്തിരിക്കുകയാണ് അവർക്ക്. അതേപോലെ തന്നെ വേറൊരു കേസ് പറയാം. മറ്റേ ക്രൈസ്തവ സഭയിലെ അതായത് മറ്റേ അച്ഛന്മാരായിട്ടും കന്യാസ്ത്രീകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്, ഡോക്ടർമാർ, എഞ്ചിനീയർ, എന്ത് ജോലി ചെയ്താലും അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം അവർ പറയുന്നത് ദാനമാണെന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് അവർ ഇൻകം ടാക്സ് പേ ചെയ്യണം. അങ്ങനെ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വിത്ത് 10 years റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ എല്ലാത്തിലും ഓരോ മതത്തിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ്റെ സമയത്ത് അവർ ആ മതത്തിന് ഏത് പാർട്ടി അവർ സപ്പോർട്ട് ചെയ്യണം ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം അവർ ഒന്നടക്കം വന്നിട്ട് അടുത്ത ഇലക്ഷനിൽ പോയിട്ട് അപ്പുറത്ത് വോട്ട് ചെയ്യൽ ഇപ്പുറത്ത് വോട്ട് ചെയ്യുമെന്ന് ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കൗണ്ടർ റിയാക്ഷനായിട്ട് മറ്റേ കമ്മ്യൂണിറ്റി ഇങ്ങോട്ടും വോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ തോന്നരുതെന്ന് വിചാരിച്ചു ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതലും മെച്ചം കിട്ടാൻ പോണപ്പോൾ LDFനാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തത്. UDFിൻ്റെ വോട്ടാണല്ലോ കൂടുതൽ കട്ട് ചെയ്ത് പോവുക. കാരണം കേരളത്തിൽ ഞാൻ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ചിട്ട് 90% ഓഫ് ദ വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഇൻ കേരള ഇസ് ഫോർ ദ UDF. ബട്ട് ഇപ്പോൾ തൃശ്ശൂർ അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി വ്യത്യാസം വന്നുകൂടാന്നില്ല. അവർക്ക് മാറ്റി അവർക്ക് അവർക്ക് പറഞ്ഞ മാതിരി ഞങ്ങൾ തമാശ പറയാം ക്രിസ്ത്യാനി പെണ്ണ് കെട്ടിയ മാതിരിന്ന്. അങ്ങനെയൊന്നും രാഷ്ട്രീയത്തിലില്ല. ക്രൈസ്തവ സഭയ്ക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് BJPക്ക് വോട്ട് ചെയ്യാം. മുസ്ലിമൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് LDFന് വോട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹിന്ദുക്കൾക്കും അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്. സഭയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ഫത്വ, അവരുപയോഗിക്കുന്ന വാർഡ് ഇടലേഖനം, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ കൊടുക്കുന്നത്. ആ പേരുകൾ കണ്ടിട്ടൊന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല.
ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കാം. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് KCBCയുടെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിലെ വ്യവസ്ഥകളെ അംഗീകരിച്ച് അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് MP-മാരോട് ആഹ്വാനം ചെയ്യുന്ന അവരോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ സർക്കുലറിൽ പറയുന്ന കാര്യം. അത് കേരളത്തിലെ രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കാൻ പോകുന്നു, കേരളത്തിന്റെ സാമുദായിക സമവാക്യത്തിൽ അതെന്തെങ്കിലും വിള്ളലുണ്ടാക്കുമോ എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.